അടുത്ത നമുക്കൊരു ഇലിസ്ട്രേഷൻ ചെയ്യാം, എക്സാമ്പിൾ ചെയ്യാം. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഇവിടെ ഇതിലുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സോൾവ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഇവിടെ ബാലൻസ് ഷീറ്റ് ഓഫ് എ ആൻഡ് ബി ആ തന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. രണ്ടാളെ പേര് കണ്ട ഇത് പാർട്ട്ണർഷിപ്പാണ്. ഒരാളാണെങ്കിൽ മിസ്റ്റർ എ മാത്രമാണെങ്കിൽ അത് സോൾ ട്രേഡറാണ്. ബാലൻസ് ഷീറ്റിനകത്ത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ എന്നൊക്കെ കാണുമ്പോൾ അത് കമ്പനി ഫോമാണെന്ന് നിങ്ങളത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, രണ്ട് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, രണ്ടെണ്ണം ഉണ്ട്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ്. സോ 1 ആണെന്ന് ഓപ്പണിങ്ങും, ഇത് ക്ലോസിങ്. ഓക്കെ, അങ്ങനെ അസറ്റും തന്നിട്ടുണ്ട്. ക്രെഡിറ്റർ കറണ്ട് ലാബിലിറ്റി കൂടുകയാണോ കുറയാണോ ചെയ്ത് നോക്കാം. മിസ്റ്റർ എസ് ലോണാണ്. ലോണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. ഞാൻ ആക്ടിവിറ്റീൻ്റെ പാർട്ട് പറഞ്ഞ ആ വീഡിയോ എടുത്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ലോണിൻ്റെ കാര്യം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. അപ്പോൾ ലോണ് ഫൈനാൻസിങ് ആക്ടിവിറ്റി ആണ്. എൻ്റെ വൈഫിൻ്റെ ലോണാണ്. സോ അതും എക്സ്റ്റേണൽ പാർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ ലോണ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 25,000 റീപേ ചെയ്തിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട് അല്ലേ. ലോണ് കൊടുത്താൽ പൈസ പോവും. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റിന്ന് 25,000 നമ്മൾ ലെസ് ചെയ്യേണ്ടി വരും. ലോൺ ഫ്രം ബാങ്ക് 40 ഉള്ളത് 50 ആയിട്ടുണ്ട്. സോ 10,000 പുതിയൊരു ലോണും കൂടെ എടുത്തിട്ടുണ്ട്. ലോൺ എടുക്കുമ്പോൾ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് കൂടും. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മളത് ആഡ് ചെയ്യും. കമ്പൈൻഡ് ക്യാപിറ്റൽ, കമ്പൈൻ എന്നുള്ള വേർഡ് കാണേണ്ട പ്രശ്നമൊന്നുമില്ല. എൻ്റെയും ബീൻ്റെയും ഒരുമിച്ച് തന്നേ ഉള്ളൂ. നിങ്ങളത് ജസ്റ്റ് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്യാഷ് ഓപ്പണിംഗ് എവിടെ, ക്ലോസിങ് എവിടെ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയായിരിക്കും? 77,000 അല്ലേ. ഡെറ്റർ ഇൻക്രീസ് ആണ്. ഇൻക്രീസ് ഇൻ ഡെറ്റർ ലെസ് ചെയ്യണം നമുക്കറിയാം. സ്റ്റോക്ക് നോക്കിയാൽ മതി, ഡിക്രീസ് ആണ്. സോ ഡിക്രീസ് ഇൻ സ്റ്റോക്ക് ആഡ് ചെയ്യണം. മിഷനറി ആണ്. മിഷനറി ലെസ് ആണ്. സോ സെയിലാണ്. സെയിൽ ചെയ്യുമ്പോൾ സെയിൽ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇങ്ങോട്ട് വരും, ഇൻഫ്ലോ ആണ്. ബട്ട് നോക്കാം, വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് അതുപോലെ എടുക്കണം. ലാൻഡ് കൂടി പർച്ചേസ് ആണ്. ബിൽഡിങ് കൂടി പർച്ചേസ് ആണ്. രണ്ടും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോവും, ലെസ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നത് ഡ്യൂറിങ് ദ ഇയർ മിഷനറി കോസ്റ്റിംഗ് 10,000 രൂപയുടെ കോസ്റ്റ് പ്രൈസ് 10,000 ഉള്ള മിഷനറി ഇവിടെ വെക്കാം 5,000 രൂപക്ക് വിറ്റു. ആ മിഷനറിക്ക് ഓൾറെഡി നമ്മൾ സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിപ്രിസിയേഷൻ 3,000. അതാണ് അതിൻ്റെ മീനിങ്. മിഷനറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മൾ ഏത് അക്കൗണ്ട് വരയണം, മിഷനറി അക്കൗണ്ട് വരയണം. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, മിഷനറിയുടെ ഓപ്പണിങ്ങും തന്നിട്ടുണ്ട്, ക്ലോസിങ്ങും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് അക്കൗണ്ടും വരയണം? പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ടും വരയണം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എമൗണ്ടഡ് ടു ₹45,000. സോ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സോ ഫസ്റ്റ് നമ്മൾ 45,000 വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ അപ്പം തന്നെ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ബട്ട് ഇവിടെ നിങ്ങൾക്കൊരു തെറ്റ് പറ്റും. അതാണ് ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് ദെയർ. ഓക്കെ, 1,25,000, 1,53,000. സോ നമുക്ക് ആ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതിനകത്തേക്ക് വരഞ്ഞു നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ എഴുതണമെന്നും പറഞ്ഞു, ക്ലോസിംഗ് ബാലൻസ് ഇവിടെ എഴുതണമെന്നും പറഞ്ഞു. പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതണമെന്നും പറഞ്ഞു, നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ എഴുതണമെന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 45,000. 45 എന്നല്ല, ഓക്കെ 45,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം ആഡ് ചെയ്യുക, ഇവിടെ ഇടുക ചെയ്താൽ ഇവിടെ നമുക്കൊരു 17,000 കിട്ടും. ഓക്കെ, ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഫൊമാറ്റ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെന്താ സാധനം, ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് ഒന്നും പറയുന്നില്ല, അത് ക്യാഷ് ഡ്രോയിങ്സ് ആയിരിക്കും. സോ ക്യാഷ് ഡ്രോയിങ് 17,000. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് നോ ഡ്രോയിങ്സ് എന്ന് അവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ ഹിഡൻ ആയിട്ട് ഇവിടെ ആരുണ്ട്? ഡ്രോയിങ്സ് ഉണ്ട്. സോ പ്ലീസ് നോട്ട് ദിസ് പോയിന്റ്. ക്യാഷ് ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ക്യാഷ് ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ക്യാഷ് പോവോ വരുമോ? പോവും. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവും. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്യാഷ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ലെസ് ചെയ്ത് കാണിക്കണം. ഫൈനാൻസിങ് ആക്ടിവിറ്റീസിന് ലെസ് ചെയ്ത് കാണിക്കണം. ഈ നെറ്റ് പ്രോഫിറ്റോ നമ്മൾ സ്റ്റാർട്ടിങ് ക്വസ്റ്റ്യനിലെ സ്റ്റാർട്ടിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഒരു പുതിയ പോയിന്റ്. ഇനി
ഇനി നമ്മുടെ പ്രശ്നം ഈ ഒരു സംഭവം മാത്രമാണ്. മിഷനറി അക്കൗണ്ട് വരയണം. മിഷനറി അക്കൗണ്ട് വരയുമ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനിവിടെ ഓപ്പണിംഗ് ബാലൻസ് അസറ്റാണ്. സോ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ഇവിടെ എഴുതും, ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ഇവിടെ എഴുതും. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ലാബിലിറ്റി പോലെയാണ്. സോ നമ്മൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസും എഴുതും, ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് മെഷീനറി ബാലൻസ് ഷീറ്റ് നോക്കി 80,000 എന്ന് മനസ്സിലായി. ഞാനിവിടെ എഴുതി, ഇവിടെ എഴുതേണ്ട, ഞാൻ തൽക്കാലം ഇവിടെ എഴുതി. ആൻഡ് പ്രൊവിഷൻ ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഇസ് 55,000, ഞാനത് ഇവിടെ എഴുതി. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ 25 ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഇസ് 40,000. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങളൊരു കോമൺ നോർമൽ സ്റ്റുഡൻറ്റ് ഇത് ഫില്ല് ചെയ്യും. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഡ്യൂറിങ് ദ ഇയർ മെഷീൻ കോസ്റ്റിംഗ് 10,000 വില മതിക്കുന്ന ഒരു മെഷീനറി വിറ്റു 5,000 രൂപക്ക്. ഓക്കെ, അപ്പം 10,000 മെഷീനറി 5,000 വിറ്റു. ഇതിന് ഓൾറെഡി 3,000 രൂപ ഡിപ്രിസിയേഷനിൽ നമ്മൾ സെറ്റ് സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പം മെഷീനറി അക്കൗണ്ടിൽ മെഷീനറി കൂടുമ്പോൾ ഇവിടെയും മെഷീനറി കുറയുമ്പം ക്രെഡിറ്റും കൂടുമ്പം ഡെബിറ്റും ആണ്. മെഷീനറിൻ്റെ സെയിൽ എന്ന് പറഞ്ഞാൽ മെഷീനറി കുറയല്ലേ ചെയ്യുക. അപ്പം ഞാൻ ഇവിടെയാണ് ബൈ ക്യാഷ് സെയിലിന് എഴുതേണ്ടത്. ഈ ഭാഗത്ത് 10,000 മെഷീനറി എത്ര പൈസക്കാടോ വിറ്റ്? 5,000. സോ അതിലൊരു സംശയം വേണ്ട, 5,000. ഓക്കെ, വിറ്റ മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ എത്ര? 3,000. സോ അത് നമ്മൾ ഇവിടെ എഴുതണം. ഓക്കെ, ഈ 10,000 എവിടെയും കാണിക്കണം. ബട്ട് ഈ 10,000 ഒരു ഇഫക്റ്റ് നമ്മൾ ഇതിനകത്ത് കാണിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10,000 രൂപേൻ്റെ ഒരു മെഷീനറി. അപ്പോൾ ഇതിന് നമ്മൾ 3,000 രൂപ സെറ്റ് സൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5,000 രൂപ വിറ്റിട്ട് കിട്ടി, അപ്പോൾ 8,000. അപ്പോൾ 10,000 നമ്മളെ കയ്യിൽ എത്രയേ ഉള്ളൂ? 8,000. അപ്പോൾ 2,000 രൂപ എന്താണ്? നഷ്ടമാണ്. ഈ നഷ്ടം നമ്മൾ എവിടെ എഴുതണം? ബൈ P&L അക്കൗണ്ടിലോട്ടാണ് മാറ്റുക. ബട്ട് ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് 2,000 കാണിക്കണം. ഇത് 3 ആഡ് ചെയ്ത് നോക്കിയേ, 3 5 8 2 10. ഇവിടെ 10 കിട്ടിയില്ലേ? ഓക്കെ, സോ ഇങ്ങനെ. ഇനി ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണെന്ന് വെച്ചോളെ, 10,000 രൂപേൻ്റെ ഒരു മെഷീനറി 3,000 ഒരു 6,000 രൂപ ഡിപ്രിസിയേഷൻ സെറ്റ് അസൈഡ് ചെയ്തു, 5,000 രൂപക്ക് വിറ്റു. ഓക്കെ, ഇങ്ങനെയാണെങ്കിലോ ഇവിടെ 11,000 ആയി. റൈറ്റ്, 6 5 11, ഇവിടെ 10. അപ്പം പ്രോഫിറ്റ് ആണ് അല്ലേ? 1,000 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ ഏ ഭാഗത്ത് വരും? ഇപ്പുറത്തെ സൈഡിൽ എഴുതണം. ഓക്കെ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇപ്പുറത്തും, ലോസ് ആണെങ്കിൽ ഇപ്പുറത്തും. ഈ ക്വസ്റ്റ്യനിൽ ലോസ് ആണ്. ഇതുവരെ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഇനി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നും വേറൊരു ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ ഈ 3,000 നെറ്റ് പ്രോഫിറ്റിൻ്റെ അകത്തുനിന്ന് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, ക്യാഷ് സെയിൽ എവിടെ എഴുതേണ്ടത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൽ സെയിൽ ഓഫ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഈ 5,000 കാണിക്കണം. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി എവിടെ എഴുതണം? നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ബാക്ക് ചെയ്യണം. ഫോമാറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഷുഡ് ബി ആഡ് ബാക്ക് ഫ്രം നെറ്റ് പ്രോഫിറ്റ്. സോ ഈ 3 എവിടെ എഴുതേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഡിപ്രിസിയേഷന് പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേറെ തന്നെ നമ്മളൊരു അക്കൗണ്ട് വരയുന്നത് കൊണ്ട് നമ്മൾ ഈ 3,000 അവിടെ ആഡ് ബാക്ക് ചെയ്യേണ്ട കാര്യമില്ല. റീസൺ, നമ്മൾ ഇതിന് വേറെ തന്നെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഉണ്ടല്ലേ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, ഇത് മെഷീനറി റിലേറ്റഡ് ആണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഈ ക്ലോസിംഗ് ബാലൻസ് ഓഫ് മെഷീനറിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ മെഷീനറി അക്കൗണ്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി മെഷീനറി അക്കൗണ്ടിൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു സംഭവം, ഈ ഡിപ്രിസിയേഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവരണം. കൗണ്ടർ എൻട്രി. അപ്പോൾ ഇവിടെ എന്ത് വരും? ടു മെഷീനറി 3,000 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഞാനത് ചെയ്തത് പറയാം.
മിഷനറി അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, ക്ലോസിംഗ് ബാലൻസിൻ്റെ കൂടെ ക്ലോസിംഗ് പ്രൊവിഷൻ ആഡ് ചെയ്തു. ഡിപ്രിസിയേഷൻ, വിറ്റ മിഷനറിൻ്റെ ഡിപ്രിസിയേഷൻ കാണിച്ചു, സെയിൽ കാണിച്ചു, അതിൽ നിന്നുണ്ടായ നഷ്ടം ഇവിടെ കാണിച്ചു. ഓക്കെ, ഈ അക്കൗണ്ട് ടാലി ആയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ എവിടെ എഴുതേണ്ടതെന്ന് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ ആണ്, അത് ഓപ്പണിംഗ് എഴുതി, ക്ലോസിംഗ് എഴുതി, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എഴുതി. വീണ്ടും ഈ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് P&L അക്കൗണ്ടിലോട്ട് എഴുതാം. ഇതാണ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആഡ് ബാക്ക് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ. ഇതെടുക്കാൻ പാടില്ല. ബിക്കോസ് ഇവിടെ ഒരു അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 18,000 വേണം ആഡ് ബാക്ക് ചെയ്യാൻ. ഓക്കെ, റിപ്പീറ്റ് അടിക്കുക, ഒരു പ്രാവശ്യം കൂടെ ഈ വീഡിയോ കാണാം. വെരി ഇമ്പോർട്ടൻറ്റ്. മിഷനറി ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. മിഷനറിൻ്റെ സെയിൽ വരുമ്പം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഇട്ട് പറഞ്ഞുതരാം. ഒരു 12,000 രൂപേൻ്റെ ഒരു മിഷനറി, ഓക്കെ, അത് വിറ്റിരിക്കുന്നത് 9,000 രൂപക്ക് സെയിൽ ചെയ്തു. ഓൾറെഡി അതിന് ഡിപ്രിസിയേഷൻ സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്നത് 5,000. ലാഭമാണോ നഷ്ടമാണോ നിങ്ങൾ തന്നെ നോക്ക്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക, 14,000 കിട്ടും. ഓക്കെ, 12,000ൻ്റെ മെഷീന് 14,000, അപ്പോൾ 2,000 രൂപ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇവിടെ എഴുതുന്നതിന് പകരം ഇവിടെ നമ്മൾ ടു P&L അക്കൗണ്ട് എന്ന് എഴുതി പ്രോഫിറ്റ് എന്ന് എഴുതണം. 2,000. ഈ പ്രോഫിറ്റോ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ലെസ് ചെയ്ത് കാണിക്കണം. ഇവിടെ ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡാ ചെയ്യുക ലോസ് ഓൺ സെയിൽ ഓഫ് മിഷനറി. ബട്ട് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ നോക്കുക, എന്നിട്ട് പറയാം. ഓക്കെ, ഇനി അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എഴുതിയത് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ആഡ് ബാക്ക് ചെയ്യേണ്ടത് ഡിപ്രിസിയേഷൻ ആണ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ് ഇവിടെ ആഡ് ബാക്ക് ചെയ്യേണ്ടത്. ലോസ് ഓൺ സെയിൽ ഓഫ് മിഷനറി ഉണ്ട്, സോ അതും ആഡ് ബാക്ക് ചെയ്തു. ലെസ് ചെയ്യാനൊന്നുമില്ല. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. പിന്നെ നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. സ്റ്റോക്ക്, ക്രെഡിറ്റർ, ഡെറ്റർ. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഇൻകം ടാക്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. സെയിൽ ഓഫ് മിഷനറി എവിടെ നിന്ന് കിട്ടി? മിഷനറി അക്കൗണ്ടിൽ നിന്ന് കിട്ടി. പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ബിൽഡിംഗ്, നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റിനകത്ത് ലാൻഡും ബിൽഡിങ്ങും ഉണ്ട്. അതിലെ അക്കൗണ്ട് വരയാൻ എന്താ, ആ റിലേറ്റ് ചെയ്ത് വേറെ ഒരു ഐറ്റവും നമുക്ക് തന്നിട്ടില്ല. സോ നമ്മൾ അക്കൗണ്ട് വരുന്നില്ല, അതിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് അങ്ങനെ അങ്ങ് എഴുതി. പിന്നെ നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി കിട്ടി, ഇതിൻ്റെ നെറ്റ്. പിന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ ലോൺ ഫ്രം ബാങ്ക് ഉണ്ട് അല്ലേ, കൂടുക ചെയ്ത ലോൺ. സോ എവിടെ നമ്മൾ ആഡ് ചെയ്യാൻ എഴുതി. പേയ്മെൻറ്റ് അല്ലേ, മിസ്സി ലോൺ കൊടുക്കുക ചെയ്തത്, സോ അത് ലെസ് ചെയ്തു. ദെൻ ഡ്രോയിങ്സ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്നാണ് കിട്ടിയത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാഷ് പോവും, സോ അതും ലെസ് ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും ചെയ്താൽ 32,000 കിട്ടും. ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഇത് ഫൈനാൻസിങ് ആക്ടിവിറ്റി. ഇതിൻ്റെ നെറ്റ് എന്ന് പറഞ്ഞാൽ -3,000. അതിനെയാണ് നമ്മൾ നെറ്റ് ഡിക്രീസ് ഓർ ഇൻക്രീസ്. ഇവിടെ ഡിക്രീസ് ആണ്, ലെസ് ആയതുകൊണ്ട്. സോ ഇവിടെ നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റ് എന്ന് എഴുതി. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആഡ് ചെയ്തു. യു വിൽ ഗെറ്റ് ദിസ് 7,000. ഓക്കെ അല്ലേ? ഇനി നിങ്ങളുടെ നെക്സ്റ്റ് പ്രോബ്ലം.